എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലുംബ്രിഇൻ സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അള്ളാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അള്ളാഹു പറയുകയാ, 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണത്? അള്ളാഹ്. അള്ളാഹു പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം. ഈ കഷ്ടപ്പാടും പൈസ ചെലവൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ ഈമാനുള്ള മരണം തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൈസ കൊടുക്കണോ? വേണ്ട. കഷ്ടപ്പാടുണ്ടോ? വേണ്ട. ഉറക്ക ഒഴിയണോ? വേണ്ട. ഒന്നും വേണ്ട. അള്ള പറയണ ഒറ്റ കാര്യം ചെയ്താ ഈമാനുള്ള മരണം കിട്ടും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള മരണം വേണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുകയാ. ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു താഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, മരിക്കുന്ന കാലം വരെ നിനക്കും കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹ് എന്താ പറഞ്ഞേ? കൊറോണ വന്നപ്പോൾ എല്ലാവരും പട്ടിണിയാ. പള്ളിയിലെ ഉസ്താദ് പട്ടിണിയായോ? ഇല്ല. ശമ്പളം പകുതി വെട്ടിയിട്ട് ഉസ്താദും കുടുംബവും നല്ലപോലെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട്? നീ കൊറോണ വന്നപ്പോൾ പള്ളി കയറിയില്ല, പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കരിച്ചു. അത് തന്നെ അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നീ തലകുത്തി ഒന്നും നടക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹ് പറയാം, ഞാൻ തരാം. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അള്ളാഹ് പറയും, ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. 2, നല്ല മരണം ഞാൻ തരാം. പറഞ്ഞ വാക്കു മാറ്റാൻ അള്ളാഹ് രാഷ്ട്രീയക്കാരനല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുവോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ.
പെണ്ണുങ്ങളോ നിങ്ങൾ നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ, നിസ്കരിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല, എല്ലാവരും നിസ്കരിക്കുന്നവരാ. പക്ഷെ നീ ലൊഹർ നിസ്കരിക്കണേ എപ്പോഴാ പെങ്ങളെ? പള്ളിയിലെ മോദി പാവപ്പെട്ടവൻ 12:30 ആകുമ്പോൾ വിളിക്കും, അല്ലാന്ന് പറഞ്ഞിട്ട് വിളിക്കും ബാങ്ക്. നീ ലൊഹർ നിസ്കരിക്കണം എപ്പോഴാ? നീ ചോറും വെച്ച് മീനും വെട്ടി പച്ചക്കറി അരിഞ്ഞ് കറിയും വെച്ച് സാമ്പാറും വെച്ച് അവിയലും വെച്ച് എല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി തിന്നിട്ട് ഒരു ഒളുവിൽ 2 ഫറദാ നിനക്ക്. നീ 3:30 ഒരു നിസ്കാരമുണ്ട്. അത് ഏത് മദ്ഹബാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത. പിന്നെ എന്തിനാ അള്ളാഹ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നിനക്ക് 3:30 നിസ്കരിക്കാനായിരുന്നെങ്കിൽ എന്തിനാടി 12:30 ബാങ്ക് വിളിക്കണേ? 3:30 വിളിച്ചാൽ പോരായിരുന്നോ? നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. എത്ര പേരാ ഉള്ളേ? നമുക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിസ്കരിക്കാൻ തന്നെ പോട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. മക്കള് നിസ്കരിക്കാറുണ്ടോ? മക്കള് നിസ്കരിക്കാറുണ്ടോ? ഈ വലിയ കുത്തുബുൽ അഖ്താബും വലിയ മഹാനുവാ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? പേടിയുണ്ട്, പറയടാ, എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇങ്ങനെയല്ലേ പഠിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? ഏതെങ്കിലും ഒരു താത്ത നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കളൊക്കെ മലക്കുകളാണെന്നല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം നിസ്കരിക്കുമെന്നല്ല അതിനർത്ഥം. അതെങ്ങനെ വാപ്പായ്ക്ക് തല്ലാൻ യോഗം ഉണ്ടാവണം? കാരണം വാപ്പ പള്ളിയിൽ പോകുന്ന ഇന്ന് വരെ മോൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ വാപ്പ തല്ല അധികാരമുള്ളത്? എടാ, വാപ്പ പള്ളിയിൽ പോയാലല്ലേ മോൻ പോകത്തുള്ളൂ. പണ്ട് വാപ്പ പള്ളിയിൽ പോകുന്നത് കണ്ടാ മക്കള് വളരുന്നത്. എന്നാ അതും ഇല്ല, വാപ്പ തന്നെ കയറാറില്ല പള്ളിയിൽ. പിന്നെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോടാ തല്ല്, ട്യൂഷൻ പോടാ തല്ല്, എല്ലാത്തിനും തല്ല്. പള്ളിയിൽ പോകും, നിസ്കരിക്കുക, അതൊന്നും വിഷയമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കളിയും തമാശയാ, നമുക്കൊക്കെ നിസ്സാരമായില്ല. എന്നിട്ട് ഇങ്ങനെ പടച്ചോനെ ഉസ്താദെ, ബുദ്ധിമുട്ടാ ഉസ്താദെ, ദാരിദ്ര്യ ഉസ്താദെ, പ്രയാസവ ഉസ്താദെ, കച്ചവടയല്ല ഉസ്താദെ, എങ്ങനെ വരാനാടാ? ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നീ അള്ളാനെ ഓർത്താലല്ലേ അള്ളാഹ് നിനക്ക് വല്ലതും തനൂ. നീ അള്ളാനെ ഓർക്കട്ടെ, നന്ദി കാണിക്കണ്ട. നീ നന്ദി കാണിക്കണില്ലല്ലോ, പിന്നെന്താ ഓളം ഉണ്ടോ പടച്ചോന് നിനക്ക് കോരി തരാൻ? അള്ളാഹു പറയുകയാ, 5 നേരം നീ നിസ്കരിക്ക്, നിനക്ക് ഞാൻ തരാം ഭക്ഷണം. നീ തെണ്ടാനും പിടിച്ചു പറിക്കാനും ഒന്നും പോകണ്ട. ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും അള്ളാഹ് നിനക്ക് ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. 2 നല്ല മരണം. അതാ ചിലരൊക്കെ, നീ ചോദിച്ചല്ലോ, ചിലരെയൊക്കെ വെള്ളിയാഴ്ച പള്ളി കൊണ്ടുവന്ന മയ്യത്ത് വെച്ചപ്പോ നീ ചിന്തിക്കും, അല്ല ഇവൻ രാഷ്ട്രീയക്കാരനല്ല, ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നനല്ല. എടാ, കൂലിപ്പണിക്കാരെ ഇവൻ എന്ത് ചെയ്തിട്ടാടാ അല്ല ഈ വെള്ളിയാഴ്ച മരണം കൊടുത്തേ? അലയ്ക്ക. എടാ, ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നം മരിച്ചപ്പോ പോലും പള്ളി നിറഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട പെണ്ണ് മരിച്ചപ്പോ പള്ളി നിറയെ ആള്, പുറം പള്ളിയും നിറഞ്ഞു. എങ്ങനെ? അതാണ് പഠിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം അള്ളാഹു നൽകും നിസ്കരിച്ച. ഇനിയെങ്കിലും നീ തീരുമാനിക്ക്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നിസ്കരിക്കാമല്ലാത്ത മടിയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ നിന്ന് ഇമാം മിഹ്റാബിൽ നിന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാമത്തെ ഖുതുബ തീരാറാകുമ്പോ ഇന്നല്ലാഹു യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാനി വ-ഈതാഇ ദിൽ ഖുർബാ വ-യൻഹാ അനിൽ ഫശാഇ വൽ-മുൻകർ എന്ന് രണ്ടാമത്തെ ഖുതുബയുടെ അവസാനം പറയുമ്പോ പള്ളിക്കകത്തേക്ക് ചാടിക്കേറുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു യുവത്വമേ, നിനക്കറിയുമോ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് ചെറുപ്പക്കാരനാണ്, യുവാവാണ്, പെണ്ണ് കെട്ടിയിട്ട് പോലുമില്ല. ആ ചെറുപ്പക്കാരനായ ഹുബൈബ് മുസ്ലിമായിട്ട് നടക്കുമ്പോ പടച്ചവനെ ശത്രുക്കൾ ഹുബൈബിനെ പിടിക്കുകയാ. അവിടുന്ന് പിടിച്ചു കെട്ടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. അവസാന ഹുബൈബ്
ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുമോ ഹുബൈബേ? ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ, നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. ഹുബൈബിന്റെ കൂട്ടുകാരാണ് ശത്രുക്കള്. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കളികൂട്ടുകാരനാണ്. ഹുബൈബെ, പെണ്ണ് കെട്ടിയിട്ടില്ലടാ, എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? അതുകൊണ്ട് നീ മതം മാറിയിട്ട് തിരിച്ചു വാ. എന്നിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. ശത്രുക്കൾ പറഞ്ഞു, എങ്കിൽ നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ, നിന്നെ ഞങ്ങൾ ജീവനോടെ വിടാ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയാൻ പറയുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ജീവൻ വേണ്ട. അവസാന ഹുബൈബ് തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ മോഹം എന്താണെന്ന് പറ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരും. അവര് വിചാരിച്ചു ജീവനോടെ തിരിച്ചു വിടണമെന്ന് പറയുമെന്ന്. എങ്കിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമയം തരുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം 2 റക്അത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. അവിടെ നിന്ന് സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് വുളുവെടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്നങ്ങ് നിസ്കാരം കഴിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിലേക്ക് വീണു. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, പെട്ടെന്ന് നിസ്കരിച്ചത് റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ. എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്നാദ്യമായിട്ടാ ചെറുതോതിയത്. പടച്ചവനെ, പെട്ടെന്ന് നിസ്കാരം നിർത്താനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം നീട്ടിയതെന്ന് ഇവര് കളിയാക്കുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു. കൈകാലുകൾ കെട്ടി. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. ഹുബൈബിന്റെ മുഖം അവർക്ക് കാണണമായിരുന്നു. ഹുബൈബ് തങ്ങളുടെ കൈകാലുകളെ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, പറയടാ, ഇനിയെങ്കിലും പറ, നീ മതം മാറുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, കുന്തമെടുത്തു കൊണ്ടുവന്നു. ഹുബൈബ് തങ്ങളുടെ നെഞ്ചിലും വയറ്റിലും ഇങ്ങനെ കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുകയാ. ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ കമ്പ് കുത്തിയിറക്കി, കുന്തം കുത്തിയിറക്കി ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. താഴെ നിന്നിട്ട് ചിരിക്കുകയാ, താഴെ നിന്നിട്ട് കളിയാക്കുകയാ. ഹുബൈബ് തങ്ങള് മരണവേദന കഴുത്തിൽ കയറ് മുറുകുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് പിടയുമ്പോ അതാ വരികയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? വാപ്പാ, വെറുതെയല്ല നീ പള്ളിയിൽ പോയി നിസ്കരിച്ചത്. രോഗം പിടിച്ചിട്ടും പടച്ചവനെ വേച്ച് വേച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കാതെ സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കളിക്കുമ്പോ, ചിരിക്കുമ്പോ, സുഖിക്കുമ്പോ അതേ വീടിന്റെ അകത്ത് നിസ്കാര റൂമിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ഉമ്മാ? മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഹുബൈബ്
ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അസ്റായിലും തന്റെ അനുയായികളും ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദി തങ്ങൾ പിടയുമ്പോ താഴെ നിന്നിട്ട് കളിയാക്കി ചിരിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ ഹുബൈബേ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ വിഷമിക്കുന്നത്? നിന്നെ കളിയാക്കി ചിരിക്കുന്നില്ലേടാ ഹുബൈബേ? വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുകയാ, പറ ഹുബൈബേ, വിളിച്ച് ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറയടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് തൂക്കുകയറിൽ കിടന്ന് പിടയുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചി വീഴുന്നത് പോലെയാണത് കേട്ടത്. അവര് വരണ്ടു പോയടാ, അവര് പേടിച്ചു പോയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു, ചിരിക്കടാ ഹുബൈബേ. ഇതുവരെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബേ. വാപ്പാ, 5 നേരം നിസ്കരിച്ച നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് കഞ്ചാവടിച്ച് നടക്കുന്ന മകനല്ല, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കേറാത്ത വൃത്തികെട്ടവനല്ല, അല്ലാഹനെ മറന്നുകൊണ്ട് ദുനിയാവിലൂടെ നടന്നവനല്ല ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. പടച്ചവനെ സീരിയലും സിനിമയും കണ്ടുകൊണ്ട് തലമറയ്ക്കാതെ ചാറ്റിക്കൊണ്ട് നടക്കുന്നവളല്ല ഉമ്മ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. ആര് പറഞ്ഞു തരുമെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട. പിന്നാര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായില് പറഞ്ഞു തരും, പറയടാ. പറയാ പേടിയോ? ആ സമയത്ത് നീ ഒന്ന് സംശയിക്കുമ്പോ അസ്റായില് പറയുകയാണ്, അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരനാ പറയുന്നത്. പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരുമ്പോ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ വാപ്പാ? മയ്യത്ത് കാണാ വരുന്നവര് മുഴുവനും കൊതിക്കണ്ടേ? അതിനാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹാബത്ത് അവിടുന്ന്, സഹാബി അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശത്രുക്കള് പറയുകയാ, ശത്രുക്കള് പറയുകയാ, ഹുബൈബിന്റെ മുഖത്തവര് നോക്കുകയാ. പടച്ചവനെ, തൂങ്ങിച്ചാവുന്നവന്റെ കണ്ണ് തെള്ളുമല്ലോ, അവൻ മലമൂത്ര വിസർജനം നടത്തുമല്ലോ, നാവ് കടിക്കുമല്ലോ, പേടിപ്പിക്കുന്ന കോലത്തിൽ കിടക്കുമല്ലോ. എങ്കിലും കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ നോക്കിയിട്ട് ശത്രുക്കള് പോലും പറഞ്ഞു, അല്ലാ ഇതെന്തു മരണമാ അല്ലാ, ഇതെന്തൊരു ചിരിയാ അല്ലാ. അന്ന് ആ ചിരി കണ്ടിട്ട് എത്രയോ പേര് മുസ്ലിമായി.
എത്രയോ പേര് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹയാ പറഞ്ഞത് വല്ലാഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരുമെന്ന് പടച്ച റബ്ബാ പറഞ്ഞത്. ഇനി നിനക്ക് ഇതിനെക്കാളും എന്തേ വേണ്ടത്? ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് പോലും അടിക്കാൻ സമ്മതിച്ചില്ല. തൂക്കിയിട്ടിരിക്കുകയാ. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കള് കാവല് നിൽക്കുകയാ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി, മുത്തുനബിക്ക് വല്ലാത്ത വേദനയായി. റസൂലുള്ളാഹി ചോദിച്ചു, സ്വഹാബാ, ആരാണ് ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയേ. അവിടെ അനുവാദം ചോദിച്ചു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ കൂടി നിന്ന് കള്ളു കുടിക്കുകയാ. ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാ. അപ്പോഴാണൊരു പെണ്ണോടി വരുന്നത്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ സുന്ദരിയായ സൗന്ദര്യറാണിയായ ഒരു പെണ്ണിങ്ങനെ ഓടി വരികയാണ്. കള്ളു കുടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചു, ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിച്ചു, പെണ്ണേ, ചത്തവന്റെ തല നിനക്കെന്തിനാ ഹുബൈബിന്റെ തല ചോദിക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കണം. ആരാ വെട്ടിത്തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവൻ എന്റെ ശരീരം തരാ. അവിടുന്ന് തന്റെ മാറിടമിങ്ങനെ തുറന്നു കാണിക്കുമ്പോ ഒരു പിടിച്ച വാളുമായിട്ട് ചെറുപ്പക്കാരോടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ പടച്ചവനെ സ്വഹാബി പറയുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാ. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. പടച്ചുറപ്പേ, തലവെട്ടാ പോയവന്മാര് 4 ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ജീവനും കൊണ്ട് ശത്രുക്കൾ ഓടുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കാണുന്നില്ല, ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് സ്വഹാബി പറയുന്നു, നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്തിനാ നബിയേ ചിരിക്കുന്നത്? ആരാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അതാ എളുപ്പത്തിൽ പെണ്ണ് ളുഹറിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സർവ്വ ജോലികളും മാറ്റിവെച്ച് കൈകാലുകൾ കഴുകിയിട്ട് ഒളുവെടുത്തിട്ട് നിസ്കരിക്കുന്ന പെങ്ങള്, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് വിളിച്ചു പറയുമല്ലോ. അങ്ങനെ നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ പരിസരത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി
മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൻ്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, എന്നിട്ട് ഒതുപെടുപ്പിക്കുമല്ലോ, ശരീരം നല്ലതുപോലെ തുടയ്ക്കുമല്ലോ, പുതിയ തുണിയിൽ പൊതിയുമല്ലോ, 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് നിന്നെ വാരിയെടുത്തു കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ച് സുഗന്ധങ്ങൾ തേച്ച പഞ്ഞിയെടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞിയെടുത്ത് വെച്ചോ. എന്നിട്ട് കഫം പൊതി തുണിയാ തുടങ്ങുമ്പോ നിന്റെ വീട്ടുകാര് പറയുന്ന കാണണ്ടവരൊക്കെ കണ്ടോ, ഇതാ പൊതിയാ പോകുകയാ, ഇതാ പൊതിയാ പോവുകയാ. തിരക്ക് കൂടുമ്പോ നിന്റെ വീട്ടുകാര് തന്നെ പറയും കണ്ടതൊക്കെ മതി പൊതിയാൻ. അവിടെ നിന്ന് പൊതിയുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ച മയ്യത്ത് കട്ടിലിലേക്ക് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമല്ലോ. പ്രതിഫലം കേക്കടാ ചെറുപ്പക്കാരാ, പ്രതിഫലം കേക്കടാ പൊന്നുമോരെ. അതാ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളി നിറഞ്ഞിരിക്കുകയാ. വല്ലാത്ത ജനമാ, കാലുകുത്താ സ്ഥലമില്ല. പള്ളിയിൽ ഒരാൾക്ക് പോലും കേറാ സ്ഥലമില്ല. പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പടച്ചവനെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാരോ MP-മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MLA വരുന്നത് കൊണ്ടല്ല. പടച്ചവനെ പിന്നെ ആര് വരുമെന്നറിയോ? നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച ഉമ്മമാര്. നിന്റെ മയ്യത്ത് കബറടക്കാൻ വരുന്നതാരാ? ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയോ. ആകാശലോകത്ത് നിന്ന് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാടാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ മയ്യത്ത് കബറടക്കാൻ വരികയാ. വെറുതെ പറഞ്ഞതല്ല, സിറാജ് വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണ് സഹാബാ. അല്ലാഹുവിന്റെ മലക്കുകളാ കബറടക്കിയത്. ഹുബൈബിന്റെ അവസാനത്തെ അഭിലാഷം നിസ്കരിക്കണമെന്നായിരുന്നു പെങ്ങള്, നിസ്കരിക്കണമെന്നായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം വേണ്ടവർ നിസ്കരിക്കാൻ അല്ലാഹു പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, വെറുതെ മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് ചത്താ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, പടച്ച റബ്ബേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ,
നല്ല ഒരു മരണം കിട്ടാൻ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല തമ്പുരാരെ. റബ്ബേ ഒരു നല്ല മരണം തരണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ, നിങ്ങൾ കൊടുക്കുന്ന ഈ ചെറിയ പൈസ കൊണ്ടാണ് ഈ പരിപാടിയുടെ വിജയം. അതിലാണ് അവർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ എടുക്കുമ്പോ അല്ലാഹുവോട് പറയണം, അല്ലാ അല്ലാ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. എന്റെ മരണവേദന കുറച്ച് തരണേ അല്ലാ. ഒരു നല്ല നിയ്യത്ത് ചെയ്യ്, ഒരു നല്ല നിയ്യത്ത് ചെയ്യ്. ഉറക്കം നടിക്കല്ലേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ, തലകുനിച്ചിരിക്കല്ലേ. അല്ലാഹുവേ, ഒരു നല്ല മരണത്തിന് വേണ്ടിയാ, ഒരു നല്ല മരണത്തിന് വേണ്ടിയാ. പടച്ചവനെ, ചിലപ്പോ ഈ നന്മയുടെ പേരിലായിരിക്കും അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക. ഒരാള് പോലും കൊടുക്കാതിരിക്കരുത്, ഒരാള് പോലും വാശി കാണിക്കരുത്. തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷിയാ. അവരാമീൻ പറയുകയാ. നീ ദുആ ചെയ്യുമ്പോ, നീ സദഖ കൊടുക്കുമ്പോ തലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എതിരാക്കല്ലേ, എതിരായി ദുആ ചെയ്യിപ്പിക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ.